ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഭിവന്ദനായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദ യോഗം കഴിഞ്ഞ ക്ലാസ്സിൽ സമാപിച്ചു. ഭഗവത്ഗീതയും ഒരു കടലാണ്. ഭഗവാന്റെ മുഖത്ത് നിന്ന് നിർഗളിച്ചിരിക്കുന്ന ആ വാക്കുകളുടെ അർത്ഥത്തിന്റെ ഒരുപക്ഷെ ഉപരിതലത്തിൽ പോലും എത്തുമോ ഈ പറയുന്നത് എന്ന് സംശയിക്കണം. അത്രയ്ക്കും വ്യാപ്തി അതിനുണ്ട്. എങ്കിലും നമുക്ക് സന്തോഷം, ഉള്ളിൽ നിന്നൊരു സന്തോഷം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ കർമ്മങ്ങളും. സാധിക്കുന്നത് പോലെ പരിമിതമായ സമയത്തിൽ ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ സമാപിച്ചപ്പോ ഒടുവിൽ ചൊല്ലിയത് സങ്കല്പവാക്യം. ഓരോ അധ്യായവും സമാപിക്കുന്നു എന്നതിനെ കാണിക്കുവാൻ വേണ്ടി ചൊല്ലുന്നത് സങ്കല്പവാക്യം. നമുക്കതൊന്ന് ചൊല്ലാം. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ. ഓം, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഓംകാരം. ഓം എന്നത് ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്, പ്രണവ മന്ത്രം. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ദിവ്യമായ ശബ്ദമാണ് പ്രണവം. എപ്പോ മനസ്സ് ഏകാഗ്രമായിട്ട് നാം അത് ശ്രവിക്കുവാൻ ശ്രമിക്കും, നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മന്ത്രം അനുഭവിക്കുവാൻ സാധിക്കും. നന്നായിട്ട് ഉപാസിക്കുന്ന ഭക്തജനങ്ങളുണ്ട്, നമുക്കും സാധിക്കും. മെല്ലെ 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 ഓംകാരം ജപിച്ചു തുടങ്ങുക. സമുദ്രത്തിന്റെ തീരത്തൊക്കെ പോയി നിൽക്കുമ്പോൾ ഏകാന്തമായിട്ട് ഒരുപക്ഷെ ആ പ്രപഞ്ച ശബ്ദത്തെ കാതോർത്താൽ നമുക്കത് ലഭിക്കണം. ഓം തത്, അത് ആചാര്യൻ പറയുന്നത് ബ്രഹ്മത്തിന്റെ പരമകാരണത്വം വെളിപ്പെടുത്തുന്ന പദമാണ് തത്. ഛാന്തോഗ്യോപനിഷത്തിലെ മന്ത്രം തത്വമസി, തത് ത്വം അസി. അത് പരമമായ ആ സത്യം, ബ്രഹ്മം, ആ ചൈതന്യം, അത് നീ തന്നെയാണ് എന്ന് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് തത്. ഇനി സത്ത്. സത്ത് എന്നാൽ നമുക്കറിയും ശുദ്ധമായ ഉണ്മ. സത്ത്, ചിത്ത്, ആനന്ദം, അതാണല്ലോ ഭഗവാന്റെ സ്വരൂപം. അതിലെ സത്ത്, മറ്റൊന്നും കൂടിക്കലരാത്ത ശുദ്ധമായ ബോധമാണ് ഉണ്മ, ബ്രഹ്മസ്വരൂപം. അത് സത്ത്, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ത്രികാലേ അപി തിഷ്ഠതി ഇതി സത്ത്. എല്ലാ കാലത്തും സത്ത് മാത്രമാണ് മാറ്റമില്ലാതെ നിലനിൽക്കുന്നത്. ബാക്കി ഈ കാണാവുന്നതൊക്കെ പിന്നെ എന്താണ്? അത് അസത്താണ്, അതിന് മാറ്റമുണ്ട്. കാണുന്ന രൂപമുണ്ടെങ്കിൽ ആ രൂപം മറയുക തന്നെ ചെയ്യും. ഏതിലേക്ക് വിലയം പ്രാപിക്കും? സത്തിലേക്ക് വിലയം പ്രാപിക്കും. സത്ത്. അപ്പൊ ഓം തത് സത്. ഇനി ഭഗവത്ഗീത, മഹാഭാരതത്തിലെ ഭഗവത്ഗീത. ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു, മഹാഭാരതം എന്ന ഗ്രന്ഥത്തിലെ വേദസാരവും വേദ വ്യാഖ്യാനവുമാണ് മഹാഭാരതം എന്ന് ആചാര്യൻ പറയും. ഭാരതം, ഭാ എന്ന ശബ്ദത്തിന് ആത്മപ്രകാശം എന്നാണ് അർത്ഥം. ആത്മപ്രകാശത്തിൽ രതിയുള്ളവർ. ഭാരത, അർജുനനെ സംബോധന ചെയ്യും അല്ലെ. ഹേ ആത്മപ്രകാശത്തിൽ രതിയുള്ളവനെ, ആത്മപ്രകാശം എന്ത് എന്ന് അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഭാരതന്മാരാണ്.
പറയും. എന്തുകൊണ്ട്? മഹത്തും ഭാരവത്തുമായതുകൊണ്ടാണ് മഹാഭാരതം എന്ന് പറയുന്നത് അത്രേ. മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതം ഉച്യതേ. അത്രയ്ക്കും ഗ്രന്ഥത്തിന്റെ വലിപ്പം കൊണ്ടും അതിന്റെ ഉള്ളടക്കം കൊണ്ടും അത് ശ്രേഷ്ഠമായിരിക്കുന്നു. അങ്ങനെയുള്ള ആ വ്യാസഭഗവാനാൽ വിരചിതമായ വൈയാസികി സംഹിതയില് ഉള്ള അതിലെ തന്നെ ഭീഷ്മപർവണി, മഹാഭാരതത്തില് 18 പർവങ്ങളാണുള്ളത്. അതിലൊന്നാണ് ഭീഷ്മപർവം. ഓരോ പർവവും അനേകം ഉപപർവങ്ങളായും അധ്യായങ്ങളായും വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇതില് 6ാമത്തേതായിരിക്കുന്ന ഭീഷ്മപർവത്തില് 25 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാണ് ഭഗവത്ഗീത. മഹാഭാരതത്തെ തന്നെ സഹസ്രം ഗ്രന്ഥങ്ങളുള്ള സംഹിത എന്നാണ് പറയുക. അതായത് 1,00,000-ൽ പരം, 1.25 ലക്ഷത്തോളം ശ്ലോകങ്ങളുണ്ട് എന്ന് പറയുമല്ലോ. അങ്ങനെയുള്ള ആ മഹാഭാരതത്തിന്റെ കടഞ്ഞെടുത്ത വെണ്ണയാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതാസു, ഉപനിഷത് സാരമായിരിക്കുന്ന ഭഗവത്ഗീത, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് ഉപനിഷത്തുകളുടെ സാരവുമാണ്, ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനെ ഉപനിഷത്തുക്കളുടെയും ഉപനിഷത്ത് എന്ന് തന്നെ പറയുന്നു. അങ്ങനെ ഉപനിഷത്സു, അതായത് ബഹുമാനാർത്ഥം പറഞ്ഞിരിക്കുന്നതാണ് ഉപനിഷത്സു. ബ്രഹ്മവിദ്യായാം, ബ്രഹ്മത്തിനെ സാക്ഷാത്കരിക്കുന്ന വിദ്യയാണോ അത് ബ്രഹ്മവിദ്യ. അപ്പോ ബ്രഹ്മവും താനും ഒന്നാണെന്ന് അറിയുക, ആ അഭേദജ്ഞാനത്തെ നമുക്ക് ഉണ്ടാക്കി തരുന്ന വിദ്യ. ബ്രഹ്മവിത്തായവൻ ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. ബ്രഹ്മത്തെ അറിയുവാൻ ശ്രമിക്കുന്നവന് ജനന മരണങ്ങളില്ല. അപ്പൊ ഭേദഭാവന നശിച്ചു പോകുന്നു. അപ്പോ അതാണ് ബ്രഹ്മവിദ്യ. ബ്രഹ്മജ്ഞാനം, വേദവിദ്യ, അധ്യാത്മവിദ്യ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നത്. ആ ബ്രഹ്മമാണ് നമ്മെ ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി യോഗശാസ്ത്രം, യോഗത്തിന്റെ ശാസ്ത്രം, യോഗശാസ്ത്രം. എന്താണ് യോഗം? യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗം ഉണ്ടായിരിക്കുന്നത്. യോജിപ്പിക്കുന്നത്. ആരുമായിട്ടാ യോജിപ്പിക്കുന്നത്? ഭഗവാനുമായിട്ട് ഐക്യം തരുന്നു. അപ്പോ ഭഗവാനുമായുള്ള ഐക്യമാണ് യോഗം. അതിന് ഏതൊരു ഭാവവും വയ്ക്കാം. നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ അറിയുമല്ലോ, ഏന കേനാപ്യുപായേന മനഃകൃഷ്ണേ നിവേശയ. ഏതൊരു ഉപായമാകട്ടെ, ഒരു പക്ഷേ പരമമായ ഭക്തിയാകട്ടെ, പ്രേമമാകട്ടെ, സ്നേഹമാകട്ടെ, ദ്വേഷമാകട്ടെ, വാത്സല്യമാകട്ടെ, സഖീഭാവമാകട്ടെ, ഏതും ഭഗവാനോട് ചേർത്ത് വെച്ചാൽ യോഗമാകും. ഇവിടെ വേദാന്തം പ്രായോഗികമാക്കുന്ന ശാസ്ത്രമാണ് യോഗശാസ്ത്രം എന്ന് ആചാര്യൻ അഭിപ്രായപ്പെടുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ശാസ്ത്രം അല്ലെങ്കിൽ മാർഗത്തെ സ്വീകരിച്ചാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം. പ്രഥമമായും ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം. അതുകൊണ്ടിത് യോഗശാസ്ത്രമാകുന്നു. ഈ യോഗശാസ്ത്രത്തിൽ ആരാണ് സംസാരിച്ചിരിക്കുന്നത്? ശ്രീകൃഷ്ണ അർജുന സംവാദ രൂപത്തിലാണ് നമുക്ക് നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളെല്ലാം തന്നിരിക്കുന്നത്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദം, ആധ്യാത്മിക ചർച്ച. അപ്പൊ അതിലൂടെ ഉരുത്തിരിയുന്ന ആ ഒരു ബന്ധം, ഗുരു ശിഷ്യ ബന്ധം, സാക്ഷാത് ജഗദ്ഗുരുവായിരിക്കുന്ന ശ്രീനാരായണൻ, ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും തമ്മിലുള്ള സംവാദമാണ് ഭഗവത്ഗീത. അർജുനൻ നാം ഓരോരുത്തരുടെയും പ്രതീകമാണെന്നാണല്ലോ ആചാര്യന്മാര് പറയുന്നത്. അപ്പൊ നമുക്ക് ഭഗവാനിൽ നിന്ന് നേരിട്ട് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നാം വിശ്വസിക്കണം. അങ്ങനെയുള്ള സങ്കല്പ വാക്യം. അപ്പോ ഓം തത്സത്, ബ്രഹ്മം
പരമകാരണമായ ഉണ്മയായിരിക്കുന്നു. ഇതി ഇപ്രകാരം ശ്രീ മഹാഭാരതേ, ഇടയ്ക്ക് അതുണ്ട്, ചില പുസ്തകങ്ങളിൽ ഇല്ല, ഇല്ലാത്തവര് അത് വായിക്കണ്ട. മഹാഭാരതത്തില് ശതസാഹസ്ര്യാം സംഹിതായാം, 1,00,000 ഗ്രന്ഥങ്ങളുള്ള സംഹിതയില്, ഗ്രന്ഥം ഒരു പാദത്തില് 8 അക്ഷരം, അങ്ങനെ 4 പാദങ്ങളിൽ കൂടി 32 അക്ഷരം, അതാണ് ഒരു ഗ്രന്ഥം. അനുഷ്ടുപ്പ് വൃത്തം. വൈയാസിക്യാം ഭീഷ്മപർവണി, വ്യാസവിരചിതമായ ഭീഷ്മ പർവത്തില്, മഹാഭാരതത്തില്, ശ്രീമദ് ഭഗവത്ഗീതാസു, ശ്രീമദ് ഭഗവത്ഗീതയാകുന്ന ഉപനിഷത്സു, ഉപനിഷത്തില്, ബ്രഹ്മവിദ്യായാം, ബ്രഹ്മവിദ്യയില്, യോഗശാസ്ത്രേ, യോഗ ശാസ്ത്രത്തില്. ഇപ്പൊ പറയും ആചാര്യന്മാര്, ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ഒരു തിയറി തന്നെയാണ്, യോഗശാസ്ത്രം എന്ന് പറയുന്നതോ പ്രാക്ടിക്കൽ എന്ന് പറയും. ശ്രീകൃഷ്ണ അർജുന സംവാദേ, ശ്രീകൃഷ്ണന്റെയും അർജുനന്റെയും സംവാദ രൂപത്തില്, സംവാദത്തില്, അർജുന വിഷാദ യോഗോ നാമ, അർജുന വിഷാദ യോഗം എന്ന പ്രഥമോധ്യായ സമാപ്ത, പ്രഥമ അധ്യായ സമാപ്ത, 1-ാം അധ്യായം സമാപിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം പറയുന്നത്. നമസ്തേ.